ഹലോ, ഡിവൈൻ സോൺ ടാരറ്റിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മന്തിലെ നമുക്ക് പ്രിഡിക്ഷൻ നോക്കാൻ പോണത് 1, 2, 3 ഏതെങ്കിലും 3 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ നല്ലമാതിരി വിചാരിച്ചോളൂ, ഒരു കാര്യമായിട്ട് വിചാരിച്ചോളൂ. നമുക്ക് ഗണപതി കാർഡും ഏഞ്ചൽ കാർഡും ടാരോ കാർഡിൽ നമുക്ക് എന്താ പറയണമെന്ന് നോക്കാം. പിന്നെ ഞായറാഴ്ച ഫെബ്രുവരി 1-ാം തീയതി പൗർണമി, നല്ല ഒരു പൗർണമിയാണിത്. നല്ല നക്ഷത്രമായിട്ട് നാളൊക്കെ ആയിട്ട് മുരുകന് നല്ല ഒരു ദിവസമാണത്. സോ അടുത്ത് മുരുകൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ ഒന്ന് പോയി തൊഴുതിട്ട് വരൂ. വളരെ നല്ല ഒരു ദിവസമാണ്. അന്നത്തെ ദിവസം നോൺ വെജ് കഴിക്കാണ്ടിരിക്കുന്നത് നല്ലതാണ്. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നോൺ വെജ് കഴിക്കാണ്ടിരിക്കുക. ഓം ശരവണ ഭവായ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലിയിട്ടിരിക്കുക അന്നത്തെ ഒരു ദിവസം. പിന്നെ ഗണപതിയുടെ കാർഡ് എൻലൈറ്റ്മെൻറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആലോചിക്കണമെന്ന് വെച്ചാൽ, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗണപതിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്ത് ഗണപതിയെ നമഃ എന്നുള്ളത് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗണപതിയുടെ ആ ഒരു ഇതിലേക്ക് പോയി കളയും, സാന്നിധ്യത്തിലേക്ക് മനസ്സും മൈൻഡും എല്ലാം ഒരു സമനിലയ്ക്ക് വന്നളയും. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു മന്ത്രം ചൊല്ലുക, അല്ലെങ്കിൽ അറിയണ ഒരു മന്ത്രങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഗണപതിയുടെ മന്ത്രം ഏറ്റവും നല്ല ഒരു പവർഫുള്ളായ മന്ത്രമല്ലേ. ഇനിയൊരു കാർഡ് വന്നിട്ട് സറണ്ടർ എന്നാണ്. സറണ്ടർ പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടെ എന്താ ദുഃഖങ്ങളോ സന്തോഷം ഇതെല്ലാം ഗണപതിയോട് പറഞ്ഞിട്ട് ഒരു അഫർമേഷൻ, ഞാൻ നന്നായിരിക്കുന്നുണ്ട്, സന്തോഷമായിരിക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം നീ എന്നെ നന്നായി നടത്തി തരുന്നുണ്ട് എന്നുള്ള എല്ലാം പറഞ്ഞ് അഫർമേഷനെല്ലാം പറഞ്ഞിട്ട് ഒരു ചെടി പറ്റിയ ഒരു ചെടി ഒന്ന് തൊടിയിൽ ഒരു ചെടി നട്ട് വയ്ക്കൂ. അത് ദിവസം വെള്ളം ഒഴിച്ചുകൊണ്ട് അഫർമേഷൻ പറയുന്നത് ഏറ്റവും വലിയ നല്ല കാര്യങ്ങളാണ്. പിന്നെ ടാരോ കാർഡ് വന്നിട്ട് 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 7 ഓഫ് കപ്സ് വന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തോ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ശരിക്കും ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, ഒരു കൺഫ്യൂഷനിലാണ് ഉള്ളത്, അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ മന്ത് അവസാനമാകുമ്പോൾ നമുക്കതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കുക. ഒക്കെ റിയാലിറ്റി നല്ല ഒരു ഇതായിട്ട് വരും. പിന്നെ ഇനിയൊരു കാർഡ് വന്നിട്ട് കിങ് ഓഫ് സ്വാർഡ്സ് ആണ്. കിങ് ഓഫ് സ്വാർഡ്സ് പറഞ്ഞ രാജനെ മാതിരി നല്ല ഒരു കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാണ്. സോ അത് നമുക്ക് ഈ മാസം അവസാനമാകുമ്പോൾ അത് ശരിക്കും ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ആൾക്കാരായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉണ്ടാകും, ഒന്നും ഇതാവേണ്ട ആവശ്യമില്ല. പക്ഷേ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഡിസിഷനായിട്ട് എടുക്കണം. പിന്നെ ഏഞ്ചൽ കാർഡ് വന്നിട്ട് റിമൈൻ പോസിറ്റീവ് എന്നാണ്. റിമൈൻ പോസിറ്റീവ് പറഞ്ഞാൽ ദ ഏഞ്ചൽസ് ഈസ് ആസ്കിങ്, നിങ്ങൾ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ അത് ചോദിക്കുക, യൂണിവേഴ്സിനോട് ചോദിക്കുക. നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ ആസ്ക് യുവർ ഏഞ്ചൽസ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൊണ്ടും ഇതാക്കേണ്ട ആവശ്യമില്ല, ആറ്റിറ്റ്യൂഡ്, നല്ല ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നതാണ്. നിങ്ങളുടെ എന്താ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ അതിനെ ഏഞ്ചലിനോട്, നമ്മുടെ യൂണിവേഴ്സിനോട് പറയുക. ഇങ്ങനെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏഞ്ചൽ നമ്പർ എന്താ വരുന്നതെന്ന് വെച്ചാൽ 33 എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ദേഷ്യമോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒന്നും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല, സങ്കടം ഇതാകേണ്ട ആവശ്യമില്ല. ഏഞ്ചൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് തന്നെ. സോ അതുകൊണ്ട് ഈ മാസം നല്ല എല്ലാ കാര്യങ്ങളും നല്ലമാതിരി നടക്കിത്തരണം. 33 എന്നുള്ള നമ്പർ അധികം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനെ അധികം കാണുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നല്ലമാതിരി വരുന്നതാണ്. പിന്നെ 1177 എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു കാർഡ് പോസിറ്റീവ്, നല്ല എന്ത് കാര്യം എടുക്കണമെങ്കിൽ ആകില്ല എന്നുള്ളത് വിചാരിക്കേണ്ട, പോസിറ്റീവ് കാര്യമായിട്ട് തന്നെ തിങ്ക് ചെയ്യുക, നടക്കുന്നുള്ളത് തന്നെ തിങ്ക് ചെയ്യുക. പിന്നെ അച്ചീവ്, നല്ല സക്സസ് ആണ് വരാൻ പോണത്. അതുകൊണ്ട് എന്ത് കാര്യം എടുക്കണമെങ്കിലും വളരെ ആലോചിച്ചിട്ട് ഈ മാസം നന്നായിട്ടൊന്ന് തിങ്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നല്ല മാതിരി എടുത്തിട്ട് വരും. പക്ഷേ ദിവസം ഒന്ന് ഗണപതിയെ തൊഴുകാനുള്ളത് മറക്കണ്ട. ഒരു ഭാഗത്തും ഉണ്ടാകാതെ സൈലൻ്റായിട്ട് ബ്രീത്ത്, നല്ല ഒരു 3 പ്രാവശ്യം ബ്രീത്ത് എടുത്തിട്ടിരിക്കുക, ഗണപതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ നല്ല കാര്യങ്ങളെല്ലാം ഈ ഫെബ്രുവരി മാസത്തിൽ നല്ല കാര്യങ്ങൾ എടുക്കാനും തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വീണ്ടും പിന്നെ കാണാം. നെക്സ്റ്റ് നമ്പർ 2 എന്ന് വിചാരിച്ചവർക്ക് ഉള്ള ഇത് ഗണപതിയുടെ കാർഡ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ നല്ലമാതിരി നടക്കാൻ നല്ല തോന്നിയിട്ടുണ്ട്, എല്ലാം ചെയ്ത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം നല്ലമാതിരി നടക്കാവുന്നതാണ്. കല്യാണത്തിൻ്റെ എന്തെങ്കിലും സന്തോഷമായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം നല്ലമാതിരി നടന്നു വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഗണപതിയെല്ലാം നോക്കിക്കോളും. ഇനിയൊരു കാര്യം, ഇന്നർ പീസ് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് മനസ്സമാധാനമായിട്ട് വരണം. എന്തോ ഒരു ചിന്തയിലുണ്ട്, ആ ചിന്തയൊന്നും ആവശ്യമില്ല, നല്ല ഒരു സമാധാനവും എല്ലാം ആയിട്ടുള്ള മാസമാണിത്. സോ അതുകൊണ്ട് ഒന്നുകൊണ്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ടാരോ കാർഡ് വന്നിട്ട് ഹാങ്ഡ് മാനാണ്. ഹാങ്ഡ് മാൻ വന്നിട്ട് അധികം ഒരു എന്തോ ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, ദൈവവിശ്വാസം അതൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കുകയാണെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്യണം. നമ്മൾ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ദൈവത്തിനോട് അധികം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. പിന്നെ ഇനിയൊരു കാർഡ് 3 ഓഫ് സ്വാർഡ്സ് ആണ്. ആരോ ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ എന്തോ ആരെയോ ഇഷ്ടപ്പെടുക, എന്തോ സ്നേഹിക്കുക, അങ്ങനെ വരാം. അത് വീട്ടിൽ വല്ലതൊക്കെ ആണെങ്കിൽ അത് എന്തോ ബ്രേക്ക് ഔട്ടായ മാതിരി തോന്നുന്നുണ്ട്. അതൊന്നും ആവശ്യമില്ല. എമോഷണലായിട്ട് അതിനെ ഒന്ന് റിലീസ് ചെയ്യുക. അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും ഇങ്ങനെ ലവ് ചെയ്യുക, ഇഷ്ടപ്പെടുക, അങ്ങനെ വല്ലതാണെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് ഒന്ന് തീരുമാനിക്കുക അത് ശരിക്കുള്ളതാണോ എന്താണെന്നുള്ളത് മനസ്സുകൊണ്ട്. പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ നന്നായിട്ടൊന്ന് തീരുമാനിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. പിന്നെ നോക്കൂ, കാർഡ് ഏഞ്ചൽ കാർഡും കൂടി അതുമാതിരി വന്നിട്ടുണ്ട്. ലെറ്റ് ഗോ പറഞ്ഞാൽ പോയേ പോട്ടെ, വന്നാൽ വരട്ടെ എന്നുള്ള ഒരു ചിന്തയായിരിക്കുക. പിന്നെ വന്നിട്ട് നോ, ഇപ്പോഴേക്ക് വേണ്ട, ഇപ്പോൾ കുറച്ച് ദിവസം മാറ്റി വയ്ക്കാം നമുക്ക് എന്നുള്ള കാർഡാണ്. അത് ശരിക്കുള്ള ഒരു ഇതല്ല, ആൻസറല്ല. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. മാസം അവസാനമാകുമ്പോൾ ശരിക്കും ഒന്ന് തീരുമാനിച്ചിട്ട് എന്താ വേണ്ടത് വെച്ചാൽ തീരുമാനിച്ചിട്ട് ചെയ്താൽ മതി. ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏഞ്ചൽ നമ്പർ എന്താ വരുന്നത് വെച്ചാൽ 2244, പിന്നെ 6 ആണ്. ഈ മാസം നിങ്ങൾക്ക് എല്ലാ അക്സെപ്റ്റൻസ്, ബ്രേക്കിംഗ് ഓൾഡ് പാറ്റേൺസ്, പഴയ എന്തെങ്കിലും വിചാരങ്ങളെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരുപാട് മനസ്സിലിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാ കാര്യം ലാസ്റ്റ് മന്ത് ആകുമ്പോൾ ശരിക്കുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക, നല്ലതേ നടക്കട്ടെ എന്ന് വിചാരിക്കുക നമ്മൾ. പിന്നെ ഈ നമ്പർ അധികം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഇത് കിട്ടുന്നതായിരിക്കുക, ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കുക. പക്ഷേ ഒന്നുകൊണ്ടും ധൃതി പിടിക്കേണ്ട എന്നാണ് തോന്നുന്നത് എനിക്ക്. ഒന്നും കൂടി ആലോചിച്ചിട്ട് എന്താ തീരുമാനിക്കണമെന്ന് വെച്ചാൽ അതുമാതിരി ചെയ്താൽ മതി എന്നാണ് തോന്നുന്നത്. പിന്നെ ഗണപതിയുടെ ഇനിയൊരു 3 നമ്പർ 3 വിചാരിച്ചവർക്ക് ഉള്ള മെസ്സേജാണിത്. എന്താ പറയണത് നോക്കാം നമുക്ക്. ഗണപതി ഇനിയൊന്ന് ഈ ഏഞ്ചൽ കാർഡ് നമ്മൾ എവിടെ അധികം നോക്കിക്കൊണ്ടേയിരിക്കുകയോ, അല്ലെങ്കിൽ വണ്ടിയിൽ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ 2244 ഇങ്ങനെയൊക്കെ കാണും നമ്പേഴ്സ് 111, 444, 333, നല്ല ഓരോരോ നമ്പറിനും അതിനെല്ലാം അതായിട്ടുള്ള മീനിങ്സ് ഉള്ളതായിരിക്കും. സോ അതുകൊണ്ട് എന്തെങ്കിലും നമ്മളങ്ങനെ കാണുന്ന സമയത്ത് ഏഞ്ചൽ അയക്കണ മെസ്സേജ് ആയിരിക്കുക എന്നുള്ളത് മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഏഞ്ചൽ എന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയില്ല മാലാഖമാരെന്നൊക്കെ, അതാണ് ഏഞ്ചൽസ്. സോ ചിലവർ ദൈവത്തിന് എല്ലാം ഇഷ്ടപ്പെട്ട ദൈവത്തിന് പൂജിക്കുന്നതായിരിക്കും. ചിലവർ ഏഞ്ചൽസ്, ഗുരുകൾ ഇങ്ങനെയൊക്കെ പൂജിക്കുന്നതായിരിക്കും. നമുക്ക് 3 നമ്പർ 3 വിചാരിച്ചവർക്ക് എന്താ കാർഡ് വരുന്നതെന്ന് വെച്ചാൽ ഒന്നും കൂടി നമുക്ക് നോക്കാം. പക്ഷേ ഈ ഗണപതിക്ക് നമ്മൾ എത്ര ഒരു പറയില്ല, നമ്മൾ ആദ്യം ഗണപതിക്ക് ഇത് ചെയ്യണം, ഗണപതിയെ നമഃ എന്നുള്ള മന്ത്രം നമ്മൾ അധികം എത്ര പറയണോ അത്രയും നമുക്ക് വളരെ എന്ത് ഓബ്സ്റ്റിക്കിൾസ്, എന്ത് ഒരു വിഘ്നങ്ങളുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്കതെല്ലാം നീങ്ങി തരുന്നതായിരിക്കും. സോ നമുക്ക് ഇന്നിപ്പോൾ ലാസ്റ്റ് കാർഡ് എന്താ പറയണത് നോക്കാം, ഗണപതി എന്താ പറയണത് നോക്കാം. ഫെയ്ത്ത് എന്നാണ്. ഫെയ്ത്ത് വന്നിട്ട് നമ്മൾ ചിലവർ വിചാരിക്കില്ലേ, അയ്യോ എന്താ എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെയായി അങ്ങനെയായി, എൻ്റെ ഫെയ്ത്ത് ശരിയല്ല എന്ന്. ഫെയ്ത്ത് എല്ലാം ശരിയുണ്ടാവും, ആ സമയം വരുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നല്ല ഒരു കാർഡാണ്. ഇനിയൊന്ന് സ്പിരിച്വൽ കണക്ഷൻ, അധികം ദൈവഭക്തി അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾക്കാരായിരിക്കാമാണെങ്കിൽ സോ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ധ്യാനം ചെയ്യുക. അയ്യോ ദൈവഭക്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ധ്യാനം ചെയ്യണം. നമ്മൾ മനസ്സിൽ കുറച്ച് അങ്ങനെ വിചാരിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കത് ശരിക്കുള്ള ഭക്തിയും ദൈവഭക്തിയും എല്ലാം വന്നോളും. ഒരു എന്താ പറയുക, ഒരു വൈബ്രേഷൻ കിട്ടിക്കോളും നമ്മുടെ ശരീരത്തിനും നമ്മുടെ വീട്ടിനുമെല്ലാം നല്ല ഒരു വൈബ്രേഷൻ കിട്ടിക്കോളും. സോ അതുകൊണ്ട് ദൈവഭക്തി ഇല്ല എന്നൊക്കെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നല്ല ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. സോ കുറച്ചൊന്ന് വിശ്വാസം വേണം നമുക്ക്. എന്തൊന്ന് ചെയ്യണതിലും ഒരു വിശ്വാസം വേണം. ഒരു ഭാഗത്തിരുന്നിട്ട് നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കും. ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ ഒരു ഇഷ്ടം വെച്ചാൽ അതിനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. വലിയ ഒരു മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടാരോ കാർഡ് വന്നിട്ട് സെയിം അതാണ്. എന്താണ് 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതേ സെയിം തന്നെ എന്തോ വിചാരിക്കേണ്ട, അത് ശരിക്കുള്ള ഡിസിഷൻ എടുക്കാനുള്ള സമയമോ എന്തോ മനസ്സ് മതിയാവണില്ല, എന്തോ ഒരു കുഴപ്പം.
ഇപ്പം ചെയ്യാം, അങ്ങനെ പിന്നെ ചെയ്യാം, ആലോചിക്കാം എന്നൊക്കെ. അത് ശരിക്കും ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് വരൂ. നല്ല ഒരു കാർഡാണ്. എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാരായിട്ടൊക്കെ നല്ല കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉണ്ടാവും ഈ കാർഡ് വന്നവർക്ക്, ആലോചിച്ചവർക്ക്, നമ്പർ 3 വിചാരിച്ചവർക്ക് എല്ലാം കൊണ്ടും നല്ലതാണ്. ആലോചിക്കുക, നന്നായിട്ടൊന്ന് ആലോചിക്കുക. ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും തീരുമാനം കിട്ടുന്നതാണ്. പിന്നെ ഇനിയൊരു കാർഡ് വന്നിട്ട് ലവേഴ്സ് പറഞ്ഞാൽ വീട്ടിലായിരിക്കാം, റിലേഷൻഷിപ്പായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അതൊക്കെ നല്ലമാതിരി ആലോചിച്ചിട്ട് എന്താ വേണ്ടത് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ആലോചിക്കണം, മുമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഇതായാൽ മതി. ലവ് കാർഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാർഡ് തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഈ 3 ഓഫ് സ്വാർട്സിൽ വന്നിട്ട് കുറച്ചൊരു ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്തൊന്ന് ചെയ്യണമെങ്കിലും. സോ കല്യാണമൊക്കെ നന്നായിട്ട് കഴിയാനുള്ള സാധ്യതയുണ്ട് ഈ മാസം. ഈ നമ്പർ 3 എന്ന് വിചാരിച്ചവർക്കൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏഞ്ചൽ കാർഡ് വന്നിട്ട് വിത്തിൻ ദ നെക്സ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. വെറുതെ ഈ ഫെബ്രുവരി മാസമായിരിക്കാം, അല്ലെങ്കിൽ ഈ മാർച്ച് ഏപ്രിലായിരിക്കാം നല്ലൊരു തീരുമാനിച്ച് നല്ലൊരു സ്നേഹത്തോടു കൂടി ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. നമ്മളെന്താ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറച്ച് ആലോചിക്കണമല്ലേ. പിന്നെ നോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെ ഫെബ്രുവരി മാസം, ഏപ്രിൽ, മെയ് അങ്ങനെ നമുക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരും. പക്ഷേ ഇത് നല്ല ഒരു കപ്പിളായിരിക്കുക, നല്ല ഒരു ഇതായിരിക്കുക. സോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് നല്ലൊരു റിലേഷൻഷിപ്പും കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്പർ വന്നിട്ട് 345 പിന്നെ ഇനിയൊരു നമ്പർ വന്നിട്ട് 818 ആണ്. നല്ലൊരു കാർഡാണ്. നല്ല ഒരു അതന്നെ പറഞ്ഞില്ലേ, നല്ലൊരു സ്നേഹവും പാർട്ട്ണർഷിപ്പിൻ്റെ അടുത്ത് നല്ല ഒരു സ്നേഹവും എല്ലാം വിശ്വാസവും എല്ലാം കിട്ടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് നല്ല ഒരു സമയമാണ് മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മൾ മാനിഫെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ നമ്മളൊരു 5-6 കാര്യങ്ങൾ എഴുതിയെടുക്കുക. പ്ലെയിൻ പേപ്പറിൽ എഴുതിയെടുത്തതിൻ്റെ ശേഷം അതിനെ നമ്മളെ നോക്കി മടക്കിയിട്ട് വൈകുന്നേരത്തോ അല്ലെങ്കിൽ ഒരാഴ്ച വരയ്ക്ക് നമ്മുടെ തലയ്ക്കും ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് അതിനെ ചുട്ടിട്ട് പുറത്ത് യൂണിവേഴ്സിന് ആ കരിയെ ഊതിക്കളയുക. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് യൂണിവേഴ്സിന് ഊതിക്കളയുക. നീ എല്ലാം എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ള എല്ലാം വന്ന മാതിരി നമ്മൾ വിചാരിക്കണം. നമുക്കെല്ലാം കിട്ടിയ മാതിരി വിചാരിക്കണം. ഇത് അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ആ കരി ഊതിക്കളയുമ്പോൾ നമ്മുടെ വിഷസ് എല്ലാം മാലാഖമാർ നടത്തി തരുന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം. പിന്നെ എല്ലാവർക്കും ഇനിയൊരു കാര്യം കൂടി പറയാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് പിന്നെ കാണാം. താങ്ക് യു.